ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ത്രീയുടെ ചരിത്രം നാം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ച മാന്യമായൊരു കുടുംബത്തിലെ ഒരംഗമായിരിക്കാം ആ സ്ത്രീ. എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുടുംബവുമായി വളരെ അനുഗ്രഹമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ചെറുതായി രോഗം തന്നെ ബാധിച്ചത്. അന്ന് നാട്ടിലുള്ള നടപ്പനുസരിച്ചുള്ള ചികിത്സകളൊക്കെ ചെയ്തു. സാമ്പത്തികമായ ചെറിയ ചെലവ് തുടങ്ങി. സൌഖ്യമാകാതിരുന്നപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറി. ചികിത്സ വീണ്ടും തുടർന്നു. ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിച്ചു. എന്നിട്ടും ഉദ്ദേശിച്ച സൌഖ്യം കിട്ടാതെ വീണ്ടും ഉന്നതമായ ശുശ്രൂഷകളിലേക്ക് നാം നീങ്ങി. കയ്യിലുള്ള പൈസകൾ തീർന്നപ്പോൾ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വസ്തുവകൾ വിറ്റു. ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. തനിക്ക് സൌഖ്യമാകുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ദൈനംദിനം തന്റെ ശാരീരിക അവസ്ഥകൾ വളരെ മോശമായിക്കൊണ്ടിരുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് താൻ ഏറെ ഒന്ന് സഹിച്ചു, ശാരീരികമായി വളരെ കഷ്ടത അനുഭവിച്ചു. സമ്പത്തുകളെല്ലാം തീർന്നു. വൈദ്യന്മാർ കൈയൊഴിഞ്ഞ ഉപേക്ഷിച്ച ഇനിയും കൂടുതൽ ചികിത്സ ചെയ്യുവാനില്ല, ഉള്ളതല്ല, അറിവിനനുസരിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോഴേക്കും ഈ സ്ത്രീ ശാരീരികമായി ക്ഷീണിതയായി എന്ന് മാത്രമല്ല, അവിടെ രേഖപ്പെടുത്തി താൻ പരവശയായി തീർന്നു. തന്റെ ഭവനത്തിന് താനൊരു ബാധ്യതയായി, തന്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കാർ പ്രിയപ്പെട്ടവർക്ക് താനൊരു ബാധ്യതയായി മാറി. സമൂഹം വലിയ വിലക്കാണ് ആ സഹോദരിക്ക് കൽപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ വരാൻ പാടില്ല, താൻ ഒരാളെ തൊടാൻ പാടില്ല, തൊട്ടാൽ ആ ആൾ അശുദ്ധനായി തീരും. അങ്ങനെയുള്ള വ്യവസ്ഥിതി. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർ ചിന്തിക്കണം, ആ സ്ത്രീയുടെ സ്ഥിതി എത്രയോ ശോചനീയമാണ്. ഇന്നത്തെ കാലഘട്ടമല്ല, അന്ന് മതം ഭരിക്കുന്ന കാലഘട്ടമാണ്. മതത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചാൽ കഠിനമേറിയ ശിക്ഷകളുണ്ട്. അപ്പോൾ സമൂഹത്തിൽ വരാൻ കഴിയില്ല. സാമ്പത്തികമായ എല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു. താൻ പരവശയായി രക്ഷപ്പെടാൻ തന്റെ മുമ്പിൽ ഒരു മാർഗവുമില്ലാതെ മുൻപോട്ട് നോക്കിയാൽ ഇരുൾ മാത്രം. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് ഒരുപക്ഷെ ആ സഹോദരി ചിന്തിച്ചു കാണാം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ചെവിയിൽ ഒരു സദ്വർത്തമാനം എത്തിയത്. യേശു എന്ന ഒരു വ്യക്തി രോഗികളെ സൌഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൌഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, ചെകിടന്മാർക്ക് കേൾവി നൽകുന്നു, കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശുവിനെ കുറിച്ച് ആ സ്ത്രീ കേൾക്കുവാനിടയായി. തന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി കാണും, എന്നെങ്കിലും ഈ യേശുവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ ഇടയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സൌഖ്യമാകുമായിരുന്നു. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കാം ഒരു ദിവസം ഒരു സദ്വർത്തമാനം ആ സ്ത്രീയുടെ കാതുകൾ എവിടെയെന്നോ കെട്ടി ആരോ സംസാരിച്ചു കേട്ടു. യേശു ഇതുവഴിയായി പോകുന്നു, യേശു ഇതുവഴിയായി വരുന്നു. യേശു വന്നാൽ നാം വേദപുസ്തകം വായിക്കുമ്പോൾ വലിയ ജനക്കൂട്ടം തന്നോടുകൂടി തന്റെ അത്ഭുതങ്ങൾ കാണുവാൻ, അടയാളങ്ങൾ കാണുവാൻ, തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ദിവ്യമായ കാരുണ്യ പ്രവർത്തികൾ കാണുവാൻ. വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നു, രോഗികളെ സൌഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. അത് കാണുവാനും യേശുവിൽ നിന്ന് പ്രാപിക്കുവാനും എപ്പോഴും യേശുവിനോടുകൂടെ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ഈ ആരാരവമായിരിക്കാം ആ സ്ത്രീ തന്റെ സാമൂഹികമായ അല്ലെ കുടുംബ പശ്ചാത്തലത്തിലുള്ള വിലക്കുകൾ തന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ താനൊരു നിശ്ചയമെടുത്തു, എനിക്ക് തീർച്ചയായും ഈ യേശുവിനെ ഒന്ന് കാണണം. വിലക്കുകളെ ലംഘിച്ച്, സാമൂഹികമായ അതിരുകളെ ലംഘിച്ച് ഈ സ്ത്രീ പുറത്തു വരുവാൻ അവൾ മനസ്സുവെച്ചു. യേശു വരുന്ന ആ കാഴ്ച അവൾ കണ്ടു. വലിയ ജനാവലി തന്നെ തിക്കിത്തിരക്കിക്കൊണ്ടുവരുന്ന ആ വഴിയിൽ യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു വളരെ തിരക്കോടെ പോകുമ്പോൾ ഈ സ്ത്രീ യേശുവിന്റെ പിന്നിൽ യേശുവിനെ ഒന്ന് തൊടാൻ ശ്രമിക്കാൻ. അവൾ യേശുവിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് തനിക്ക് ആരെയും തൊടാൻ കഴിയില്ല.
പിന്നെ എങ്ങനെ ഗുരുവായ യേശുവിനെ തൊടാൻ കഴിയും? അവൾ ഒന്ന് വിശ്വസിച്ചു. ഈ തിരക്കിനിടയിൽ എന്റെ കാര്യമൊന്നും പറയാൻ പോലും എനിക്ക് സമയമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല, എങ്കിലും എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. യേശുവുമായി കണ്ടുമുട്ടിയാൽ, യേശുവിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ, യേശുവിന്റെ അടുക്കൽ ചെന്ന് എന്റെ സങ്കടമെന്ന് പറയുവാൻ ഇടയായാൽ എനിക്ക് സൗഖ്യമാകുന്നൊരു വിശ്വാസം എവിടെ നിന്നോ അവൾക്ക് ലഭിച്ചു. അവൾ അതിനുവേണ്ടി ശ്രമിക്കുക. തിരക്കിനിടയ്ക്ക് അവൾ വളരെ കഷ്ടപ്പെട്ട് പരവശയായ, ശാരീരികമായി ക്ഷീണിതയായ ആ സ്ത്രീ തിക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ യേശുവിനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വിശ്വാസത്താൽ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ വിശ്വാസം സർവശക്തനായ ദൈവം മനസ്സിലാക്കി. യേശുവിനെ അവൾ തൊട്ട മാത്രമേ ആ മാത്രയിൽ തന്നെ ദൈവത്തിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. യേശുവിനെ അവൾ വിശ്വാസത്താൽ തൊട്ടപ്പോൾ തന്നെ അവളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുവാനും അവൾ അവളുടെ ശരീരത്തിൽ അത് മനസ്സിലാക്കണ്ടേ. യേശുവിന്റെ ഉപദേശങ്ങൾ ഒരു തത്വസംഹിതയല്ല. യേശുവിന്റെ ഉപദേശങ്ങൾ, യേശുവിന്റെ ശക്തിയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതാണ്. അത് ജീവിതത്തിൽ അനുഭവമായി വരുമ്പോഴാണ് നമുക്കത് ഉറപ്പും ധൈര്യമായി തരുന്നത്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് യേശുവിനെ മനസ്സിലായി. ആ ശക്തി വ്യാപരിച്ച രോഗിയായ സ്ത്രീ അവൾ മനസ്സിലാക്കി, ദൈവശക്തി എന്റെ മേൽ വന്ന് ഞാൻ സൗഖ്യം. അവൾ ശരീരത്തിൽ അതറിഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ശരീരത്തിൽ അത് മനസ്സിലാക്കി താൻ സൗഖ്യമായെന്ന്. യേശു ഇവളെ കാണുവാൻ ആഗ്രഹിക്കുക. യേശു ഇവളെ കാണാൻ ആഗ്രഹിക്കുക. യേശു തിരിഞ്ഞു നോക്കുകയാണ്. വിശ്വാസത്തോടെ എന്നെ തൊട്ട ഒരു വ്യക്തിയുണ്ട്, എനിക്ക് ആ വ്യക്തി ഒന്ന് കാണണം. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം മനസ്സിലാക്കണം. വലിയ ആരാവാരത്തിന്റെ ഉള്ളിലും നിന്റെ ഹൃദയം അറിയുന്ന, നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമാണ് യേശു. ആ വ്യക്തിയെ യേശുവിന് കാണണം. അവൾ ഭയപ്പെട്ടു. കാരണം താൻ രോഗിയായിരുന്നു, തനിക്ക് സമൂഹത്തിൽ വരാൻ സാധ്യതയില്ല, അത് അനുവദിക്കുന്നില്ല, തൊടാൻ പാടില്ല. വളരെ മാരകമായ ശിക്ഷയ്ക്ക് താൻ ഒരുപക്ഷെ പാത്രമാകാം. അവൾ ഭയപ്പെട്ടു എന്ന് അവൾ ഭയപ്പെട്ട് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, ഞാനാണ് തൊട്ടത്. യേശുവിന് വളരെ സന്തോഷമായി, കാരണം അവൾ സൗഖ്യമായി. ഈശോയോട് പറഞ്ഞു, സമാധാനത്തോടു പോയി ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായി ജീവിക്കാം. ഇതൊരു ബാധയാ. യേശുവിനെ തൊട്ടപ്പോൾ, യേശുവിൽ നിന്ന് ദൈവശക്തി അവളിലേക്ക് വ്യാപരിച്ചപ്പോൾ, ബാധയായി അവളിൽ വ്യാപരിച്ച രോഗാത്മാവ് അവളെ വിട്ട് പുറത്തുപോയി. അപ്പോൾ അവൾ സൗഖ്യമായി. അവൾ മനസ്സിലാക്കി. യേശു അവളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. മകളെ, ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായി ജീവിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, തിരുവഴുത്തിൽ ഈ സംഭവകഥ എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മാനവകുലത്തിൽ ആരെങ്കിലും രോഗാത്മാവിനാൽ ബാധിതരായി, പണമെല്ലാം തീർന്നു, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു, പരവശയായി, ജീവിതത്തിൽ മുൻകൂട്ടി ഇരുട്ടോ മരണവും മാത്രം കാത്തിരിക്കുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യേശുവും മരണത്തെ അതിജീവിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കും. ലഭിക്കുന്നെങ്കിൽ വലിയ അനുഗ്രഹമല്ലേ ലഭിക്കുന്നത്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒരു പൈസയും മുടക്കണ്ട, എങ്ങും പോകണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ ആയിരിക്കുന്ന കിടക്കയിലോ നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് നിങ്ങൾ യേശുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നുവാൻ ഇടയായിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയമേകാഗ്രമായിട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രേക്ഷകർക്ക് വേണ്ടി അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ സംഭവകഥ ബൈബിളിൽ എഴുതി ഞങ്ങൾക്ക് തന്നത് അന്ന് യേശു പ്രവർത്തിച്ചതുപോലെ ജീവിക്കുന്ന യേശുവിൽ നിന്നും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ജീവിതങ്ങളിൽ തെളിയിക്കുവാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ സ്ത്രീയെ പോലെ സാമ്പത്തികമായെല്ലാം തീർന്ന്, ആരോഗ്യം നഷ്ടപ്പെട്ട്
ഏറിയൊന്ന് സഹിച്ച് പരവശരായി ആരെങ്കിലും ഞങ്ങളുടെ ഈ പ്രഭാഷണം, ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിച്ച് അവരുടെ ബാധയിൽ നിന്ന്, രോഗബാധയിൽ നിന്ന് അവരെ പൂർണ്ണമായി വിടുവിച്ച് സൗഖ്യം കൊടുത്ത് ആരോഗ്യം നൽകി ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ അവരുടെ കുടുംബം അവരെക്കുറിച്ച് എത്ര വേദനപ്പെട്ടുവോ അതനുസരിച്ച് അവരെക്കുറിച്ച് സന്തോഷിക്കത്തക്ക ഒരാത്മിക മണ്ഡലവും ശാരീരിക മണ്ഡലവും ദൈവം അവർക്ക് നൽകി ദൈവരെ സഹായിക്കണമേ. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ കരുണയിലും കൃപയിലും ശക്തിയും ആശ്രയിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.